30 അതിൻ്റെ 15 വാക്യം മൈക്ക് കരങ്ങളിൽ കിട്ടിയതിന് ശേഷം വായിക്കുക. ഓൺലൈനിൽ സംബന്ധിക്കുന്നവർ കൂടി അത് ശ്രദ്ധിക്കാമല്ലോ. We'll read from Isaiah chapter 30 verse 15. ഇസ്രായേലിന്റെ പരിശുദ്ധനായി മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. For thus says the Lord God, the Holy One of Israel, in returning and rest you shall be saved. In quietness and confidence shall be your strength. But you would not, and you said, no, for we will flee on our horses. Therefore you shall flee, and we will ride on swift horses. Therefore those who pursue you shall be swift. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല. For thus says the Lord God, the Holy One of Israel, in returning and rest you shall be saved. In quietness and confidence shall be your strength, but you would not. യെശയ്യാ പ്രവചനം 30 മുതൽ 26 വരെയുള്ളതായ വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. For today's meditation, it is from Isaiah chapter 30 from verses 15 to 26. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ വളരെ വിശേഷമായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടതായ ഒരു പ്രവാചകനാണ്. We know that prophet Isaiah was used in a mighty way by the Lord. യെശയ്യാ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുത്ത വിധം നമുക്കറിയാം. We know how Isaiah was chosen by the Lord. യെശയ്യാ പ്രവചനം 6 നാം വായിക്കുമ്പോൾ വലിയൊരു ദൈവിക ദർശനം യെശയ്യാവ് കാണുന്നതായി നാം കാണുന്നു. When we read from Isaiah chapter 6, Isaiah is seeing a great vision from the Lord. അപ്പോൾ ആ ദർശനത്തിൽ ദൈവത്തെ യഥാർത്ഥമായി ദർശിക്കുകയാണ്. And in that vision he is clearly seeing God. ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല, എന്നാൽ താൻ കണ്ട കാഴ്ച വളരെ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. We are not going there, but the scene he saw was very astonishing for him. ആ കാഴ്ച സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയാണ് താൻ കണ്ടത്. He saw the Lord on the throne. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു ചൊല്ലുന്ന സാറാഭുകളുടെയും ക്രോബേന്മാരുടെയും ദൂതന്മാരുടെയും മധ്യത്തിൽ ഉയർന്നും പൊങ്ങിയുമിരിക്കുന്ന സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവം. He saw the Lord seated on the throne in the midst of the cherubims and the angels who were crying, the Lord of hosts is holy, holy and holy. ആ വലിയ ദൈവിക ദർശനം താൻ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ഒരു കാര്യം റിയലൈസ് ചെയ്തു. When he saw this great vision, he realized one thing. താൻ തൻ്റെ ജീവിതത്തിൻ്റെ അപര്യാപ്തതകളെ കാണുകയാണ്. He saw the weaknesses in his life. ദൈവത്തെ ഒരു വ്യക്തി കാണുമ്പോൾ യഥാർത്ഥമായി സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഷോർട്ട് കമ്മിങ്സ് ആണ്. When a man clearly sees the Lord, what happens is that he sees the shortcomings in his life. യഥാർത്ഥമായ ദൈവിക ദർശനം, ദൈവിക ഭക്തി എന്നതിനെ മീൻ ചെയ്യുന്നത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ദൈവാനുരൂപിയാക്കുന്ന ദിവ്യാനുഭവമാണ്. What it is mean to fear the Lord is to transform our lives according to the will of the Lord. അപ്പോൾ യെശയ്യാവിനെ ദൈവം കണ്ടിരിക്കുന്നത് വലിയൊരു പ്രൊഫറ്റിക് മിനിസ്ട്രിക്കായിട്ടാണ്. Therefore God saw Isaiah for a great prophetic ministry. പക്ഷേ ആ മിനിസ്ട്രി നിർവഹിക്കുന്നതിലുള്ളതായ ഏറ്റവും വലിയ പരാജയം തൻ്റെ ജീവിതത്തിലുള്ളതാണ് താൻ ദർശിക്കുന്നത്. But for that ministry to go ahead, there was a big weakness or shortcoming which he understood. യഥാർത്ഥമായി ദൈവത്തെ കാണുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന സ്റ്റംബ്ലിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ കാണുന്നത്. When one clearly sees the Lord, the person realizes the stumbling blocks which are stopping him from proceeding ahead. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു പോയിട്ടുണ്ടോ? Have we been through that experience yet? അങ്ങനെ ജീവിതത്തിൻ്റെ ശൂന്യതകളെയും ജീവിതത്തിൻ്റെ ഫെയിലുവേഴ്സിനെയും ജീവിതത്തിൻ്റെ ദൈവഹിതമല്ലാത്ത നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെയും നാം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് നാം പുനഃപരിശോധിക്കണം. We need to reflect that are we realizing our shortcomings and our failures which are not according to the will of Lord in our lives. ഇവിടെ വലിയ ദൈവിക ദർശനം യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് തൻ്റെ നാവിൻ്റെ അശുദ്ധിയെ കുറിച്ചാണ് മനസ്സിലായത്. When Isaiah saw this great vision, he understood the uncleanness in his lips. നോക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട
തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കോർ മിനിസ്ട്രി ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ളത്, അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നാവാണ്. ആ നാവിന്മേലുള്ളതായ അശുദ്ധി താൻ തിരിച്ചറിയുന്നു. We need to understand that the call which Isaiah has to do, tongue is the main thing, and he understands the uncleanness in his tongue. അപ്പോൾ നാം നോക്കണം, യെശയ്യാവിൻ്റെ ഫ്യൂച്ചർ തന്നെ അടങ്ങിയിരിക്കുന്നത് പ്രൊഫറ്റിക് മിനിസ്ട്രിയാണ്. അപ്പോൾ ആ മിനിസ്ട്രിക്ക് തടസ്സമായി നിൽക്കുന്നത് അതിന് ഏറ്റവും ഉപകാരപ്പെടേണ്ടതായ ഓർഗനായ ടങ്ങാണ്. We need to know that Isaiah's future is his prophetic ministry, and the great weapon to be used is the tongue, and that has a weakness, an uncleanness. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത്, നമ്മൾ മുന്നേറാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കേണ്ടതായ ചില ഘടകങ്ങളായിരിക്കും. Therefore, we must understand that for us to move forward, the shortcomings or the stumbling blocks are the most useful things which are needed for us. അത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ആ ലെൻസിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ മാത്രമേ നമുക്കത് കാണുവാൻ കഴിയൂ. And we will be able to see it only if we see it through the lens of the word of God. വേൾഡ് പെർസ്പെക്റ്റീവിലുള്ളതായ ലെൻസിലൂടെ നമുക്കത് കാണാൻ കഴിയില്ല. We may not be able to see it through the lens of the world, നമുക്കത് കർത്താവിൽ സാക്ഷാൽ ദർശിക്കാൻ കഴിയും. but we can see only in the light of the Lord. ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്തരിൽ അവരുടെ ജീവിത ശൈലിയിൽ നമുക്കത് കാണാൻ കഴിയും. We can see it in the lives of the great saints the Lord chose. അപ്പോൾ യെശയ്യാവ് അപ്രകാരം ദൈവസന്നിധിയിൽ തന്റെ കുറവിനെ തിരിച്ചറിഞ്ഞു. And this is how Isaiah realizes the shortcomings in the midst of the Lord. നോക്കണം, യെശയ്യാവ് അത് തിരിച്ചറിഞ്ഞപ്പോൾ മൗനമായിരുന്നില്ല. When Isaiah understood this, he was not quiet. യെശയ്യാവിനെ മറ്റൊരു കോംപ്ലക്സും വേട്ടയാടിയില്ല. And Isaiah was not under any other complex. തന്റെ കുറവുകളെ നോക്കി താൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. He did not step back when he saw his shortcomings. അത് കണ്ടിട്ട് താൻ ഓവർ ഡിസ്കറേജ്ഡ് ആകുന്നതായിട്ട് കാണുന്നില്ല. And we cannot see that he was over discouraged after this. എന്നാൽ ദൈവത്തിന്റെ നേച്ചറിനെ തിരിച്ചറിഞ്ഞ യെശയ്യാവ് തന്റെ അയോഗ്യതകൾ ദൈവത്തിന്റെ മുൻപിൽ ഏറ്റുപറയുകയാണ്. But when he understood the nature of the Lord, he confessed his weakness before the Lord. അപ്രകാരം യെശയ്യാവ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത്, ഞാൻ എൻ്റെ നാവ് അശുദ്ധിയുള്ള നാവാണെന്ന് ദൈവത്തോട് തുറന്നു പറയുകയാണ്. And Isaiah is clearly stating, my tongue and lips are unclean before the Lord. നോക്കണം, നമ്മുടെ ദൈവം കുറ്റം വിധിച്ച് തള്ളിക്കളയുന്ന ദൈവമല്ല. Our Lord is not someone who charges us and forsakes us. ലോകം വിടക്കെന്നെണ്ണുമ്പോഴും ചേർത്ത് നിർത്തുന്നവനാണ് നമ്മുടെ ദൈവം. When the world puts us aside, the Lord still drags us close to him. ലോകം ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുമ്പോഴും അതിൽ നിന്ന് ഉയർത്തിയെടുക്കുന്നവനാണ് ഈ ദൈവം. When the world puts us in the dirty pit, the Lord delivers us out of that. യെശയ്യാവ് ദൈവത്തോട് കൺഫസ് ചെയ്തു. And Isaiah confessed it to the Lord. ഓ, ശുദ്ധിയില്ലാത്ത അധരമാണ് എന്റേത്. I have a tongue of uncleanness. അയ്യോ, ഞാൻ അത്രമാത്രം നശിച്ചു പോയിരിക്കുന്നു. I am woe unto me and I am destroyed. ഈ ഒരു അവസ്ഥയിൽ എനിക്കൊരടി പോലും മുൻപോട്ട് പോകാൻ സാധിക്കില്ല. And in this situation I cannot take a step forward. എനിക്ക് വളരേണ്ട പാത ഇതാണ്. എന്നാൽ ആ വഴികൾ അടയ്ക്കത്തക്ക നിലയിലുള്ളതായ വെല്ലുവിളി എന്നെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. I know I have to grow in this manner, but there are many challenges against me. എന്നിൽ തന്നെ അതേ തിന്മ കടന്നുകൂടിയിരിക്കുന്നു. And within me there is uncleanness which is stopping me. ഈ കൺഫഷൻ കരുണാമയനായ ദൈവം കേട്ടു. And our merciful God heard this confession. നമ്മുടെ ദൈവം നമ്മുടെ നിലവിളിയുടെ മുൻപിൽ മൗനമായിരിക്കുന്ന ദൈവമല്ല. Our God is not someone who is quiet before our cries. ലോകചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, നിലവിളിക്കുന്നതായ തന്റെ ജനത്തിന്റെ മുൻപിൽ ഉള്ള അവസ്ഥയിൽ ദൈവം മുൻപിൽ കരങ്ങളെ മലർത്തുന്നവരുടെ മുൻപിൽ കരുണയോടുകൂടി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. If we see into the world history, the Lord has always come down with mercy for the people who cry out to him. ഇവിടെ യെശയ്യാവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. And here Isaiah's prayer has been heard by our God. അവൻ വെറുതെ കേട്ടുകൊണ്ടിരുന്നില്ല. He just did not just listen to it. ലോകത്തിന്റെ മുൻപിലുള്ള കൺഫെഷൻസ് എല്ലാം വെറുതെ ആയി പോകും. The confessions we make before the word are just like that. ലോകത്തിന്റെ മുൻപിലുള്ളതായ കൺഫെഷൻസിനൊന്നും ചിലപ്പം ഉത്തരം കിട്ടണമെന്നില്ല. The confessions before the world will never have an answer. ചിലപ്പോൾ അതിന് മറുപടി ലഭിക്കണമെന്നില്ല. Sometimes we may not receive any answer. ചിലപ്പോൾ അത് കൂടുതൽ സിറ്റുവേഷൻ സങ്കീർണമാക്കുവാനേ സാധിക്കുകയുള്ളൂ. And sometimes it can make situations more complex. എന്നാൽ ദൈവത്തിന്റെ മുൻപാകെ കരങ്ങൾ മലർത്തുമ്പോൾ വളരെ ക്വിക്കായിട്ടുള്ള ചില ഇന്റർവെൻഷൻസ് അതിൽ സംഭവിക്കും. But if we cry out to our God, there will be some quick interventions from him. ആ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പെട്ടെന്ന് ഒരു ദൂതൻ അവിടെ വരികയാണ്. And when we read those verses, we can see quickly an angel comes there. കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിൽ നിന്ന്
ഒരു കൊടിലെടുത്ത് ഒരു തീക്കട്ട എടുത്ത് ഹല്ലേലൂയ അവന്റെ നാവിന്മേൽ തൊടുകയാണ്. And he brings a live coal from the burning fire and touches his lips. നോക്കണം, ആ എൻകൗണ്ടർ സംഭവിച്ച വെരി മോമെന്റിൽ തന്നെ ദൈവ ശബ്ദവും കൂട്ടത്തിൽ വരികയാണ്. And that very moment after the encounter, the voice of the Lord is coming there. ആരെനിക്ക് വേണ്ടി പോകും? Who will go for me? സോ ദൈവ പൈതലേ, ദൈവത്തിന്റെ പ്രത്യേക നിയോഗങ്ങളെ ഏറ്റെടുക്കുവാൻ, ദൈവത്തിൻ്റെ പ്രത്യേക കരങ്ങളിലെ ആയുധമായി മാറുവാൻ, ജീവിതത്തിൻ്റെ ഇന്നത്തെ വെല്ലുവിളികളുടെ മുൻപിൽ വഴികൾ വെളിപ്പെട്ടു വരുവാൻ കരുണാമയനായ ദൈവത്തോട് നാം ഉള്ള അവസ്ഥയിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. Therefore, let us pray in our current situation to receive the mission from the Lord and great counsels from the Lord to go forward in our lives. പലപ്പോഴും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ഞാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ എല്ലാ രീതിയിലും സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് തോന്നിക്കുന്നതായ ഒരു ചിന്ത, അതൊരു പൈശാചിക ചിന്തയായി ഇന്ന് ലോകത്തിൽ അനേകരുടെയും ഭാവിയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. As we read in Revelations that I am rich and I am self-sufficient, that's a very devilish mentality which is destroying many lives today. കാരണം ഉടയവനായ നമ്മെ നിർമ്മിച്ചവനായ ദൈവത്തിന് നമ്മുടെ അപര്യാപ്തതകൾ ശരിക്കും അറിയാം. Because the one who created our God knows our shortcomings clearly. ഒരു മാനുഫാക്ചറർ തൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ കപ്പാസിറ്റി, എത്രമാത്രം അതിന് ഫങ്ഷണൽ ആകാൻ കഴിയുമെന്നുള്ളത് നന്നായി മാനുഫാക്ചറർക്ക് അറിയാം. Just as a manufacturer clearly knows how much the duration and how much is the capacity to function of his product. അതുകൊണ്ട് തന്നെ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് വ്യക്തമായി അറിയാം എത്ര മൈൽ നമുക്ക് ഓടാൻ കഴിയുമെന്ന്. Therefore the God who called us knows how many miles we can go ahead. എത്രമാത്രം നമുക്ക് ഫലദായകമായി മാറാൻ കഴിയുമെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. Our God knows how much fruitful we can be. അതുകൊണ്ട് തന്നെ യെശയ്യാവ് പ്രവചിക്കുന്നതായ പ്രവചനം ഈ കാലഘട്ടത്തിൽ വളരെ നമ്മെ സംബന്ധിച്ച് വളരെ റിലവൻ്റ് ആയിട്ടുള്ളതാണ്. Therefore the prophecies by Isaiah are very relevant for us in this age. യെശയ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷ എന്നാണ്. The meaning of Isaiah itself is salvation. നമുക്ക് വേദപുസ്തകത്തിൽ സിമിലിയർ അർത്ഥവും കാണുന്നതായ പേരുകളാണ്. യേശു കർത്താവിൻ്റെ പേര്, ജോഷുവയുടെ പേര്, എലീശായുടെ പേര്. The names Jesus, Joshua and Elisha have similar meanings as Isaiah. ഈ പേരുകൾക്ക് തുല്യമായ ഒരു പേരാണ് ഇവിടെ യെശയ്യാവിനുള്ളത്. Isaiah's name is similar to these names. ഇവരുടെ ശുശ്രൂഷകളും വളരെ കമ്പാരിസൺ നടത്തുമ്പോൾ വളരെ സിമിലിയർ സെറ്റിങ്ങിൽ, ഡിഫറെന്റ് വേർഷനിൽ സിമിലിയർ സെയിം മീനിങ്ങിലുള്ളതാണെന്ന് കാണാൻ കഴിയും. And even the missions and ministries by these people are very similar in similar settings. പുതിയ നിയമത്തിൽ 65ഓളം ഭാഗത്ത് യെശയ്യാവിന്റെ പ്രവചന ഭാഗങ്ങൾ കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. In New Testament there are at least 65 times where Isaiah's prophecies have been quoted. 20 പ്രാവശ്യം യെശയ്യാവിന്റെ പേരെടുത്ത് പുതിയ നിയമത്തിൽ സംസാരിക്കുന്നുണ്ട്. And 20 times Isaiah's name is referred in New Testament. പുതിയ നിയമത്തിലെ പൗലോസ് എന്ന് വിളിക്കുന്ന ആ ലെവലിലാണ് യെശയ്യാവിനെ പഴയ നിയമത്തിൽ കണ്ടിരിക്കുന്നത്. Isaiah has been referred as the Old Testament's Paul in New Testament. കാരണം യെശയ്യാവിന്റെ പ്രസന്റേഷൻസ്, യെശയ്യാവ് ഉപയോഗിച്ചതായ തനിക്ക് ഉള്ളതായ ലിറ്ററേച്ചറിലുള്ളതായ തൻ്റെ കഴിവ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ പൗലോസിന് തുല്യമായ ഒരു വാഗ്മിയെ പോലെ ശുശ്രൂഷിച്ച ആളാണ് യെശയ്യാവ്. Because Isaiah's presentations and descriptions using his skill in literature is very similar to the way Paul ministered. അത് മാത്രമല്ല, യെശയ്യാവിന്റെ മിനിസ്ട്രി എപ്പോഴും റൂളേഴ്സും അവിടുത്തെ കിങ്ങും അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കാണാൻ കഴിയുന്നത്. Not just that, Isaiah's ministry was in connection with the rulers and authorities of his time. അത് മാത്രമല്ല, ദൈവം തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് അയച്ചപ്പോൾ യഹൂദ എന്നതായ ആ നേഷന്റെ ദുഷ്ടതയ്ക്കും വിഗ്രഹാരാധനയ്ക്കും എതിരെയാണ്, അതിൽ നിന്നൊരു മടങ്ങിവരവിന് വേണ്ടിയാണ് ദൈവം ഏറ്റവും കൂടുതലായി അദ്ദേഹത്തെ ഉപയോഗിച്ചത്. And not just that, Isaiah was used by God against the wickedness and idolatry of Israel, of Judah. 3 കാര്യങ്ങൾ ദൈവത്തിന്റെ ജനമായ ദൈവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ജനത്തിന്റെ വിക്കറ്റ് നേച്ചർ. There are 3 things which the people had. One was wicked nature. രണ്ടാമതായിട്ട്
വിഗ്രഹാരാധന. The second was idol worship. മൂന്നാമതായിട്ടുള്ളത് ബാഹ്യമായിട്ടുള്ള ഭക്തി. And third was hypocrisy and holiness outwardly. അന്നത്തെ ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നതായ ആ ജനം ദൈവത്തിന്റെ കരുണയിൽ അവർ ജീവിക്കുമ്പോഴും അവർ ഹൃദയം കൊണ്ട് ഭക്തിയിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം. Even though that time the people were under the mercy of the Lord, but in holiness they were far away from their hearts. അത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. And that is still a crisis in this time. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ദൈവജനം എന്നറിയപ്പെടുന്നതായ സമൂഹത്തിന്റെ ഉള്ളം കൊണ്ടുള്ളതായ ദൈവത്തോടുള്ള അകൽച്ചയും ബാഹ്യമായ ഭക്തി പ്രകടനവുമാണ്. The crisis of this time is that the people of the Lord are far away in their hearts, but outwardly showing holiness. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, വളരെ റീസെന്റ് ആയിട്ടുള്ള സംഭവമാണ് ചാർലി ക്രിക്കിന്റെ അസാസിനേഷൻ. We know about that recent incident about assassination of Charlie Kirk. US മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ട് ജനം ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. Not just US but across the world the people are starting to അവിടെ pray. പല പാസ്റ്റേഴ്സും പല സ്പിരിച്വൽ ലീഡേഴ്സും സംസാരിക്കുന്ന ക്ലിപ്പിങ്ങുകൾ ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. Many pastors and spiritual leaders are talking about it and the clips are circulating. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഈ കോണ്ടസ്റ്റിൽ നിന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന ഏറ്റവും വെല്ലുവിളി. One of the influential spiritual leaders, when he spoke, he mentioned this thing and said the greatest problem Christianity is facing today. അതൊരു ഇസ്ലാമിക് റാഡിക്കലിസം ഒന്നുമല്ല. It's not Islamic radicalism. പിന്നെയോ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന സമൂഹത്തിന്റെ lukewarmness nature ആണ്. But the lukewarmness nature of the people who are known as believers. ശീതോഷ്ണ അവസ്ഥയിൽ ജീവിക്കുന്നതായ ക്രിസ്തീയ സമൂഹം. It is a lukewarm situation of the Christian community. ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാത്ത അനുഭവം. A people who are not accepting Jesus from their hearts. എന്നാൽ ബാഹ്യമായ ഭക്തി പ്രകടനങ്ങൾ അതിഗംഭീരമായി നടക്കുന്നു. But the outward acts of spirituality are going on in full form. ഇതിന് സിമിലിയർ ആയ ഒരു സെറ്റിംഗ് ആയിരുന്നു ഈ വായിച്ച കോണ്ടസ്റ്റിലും നമുക്ക് കാണാൻ കഴിയുന്നത്. It was a similar setting what we read in this context today. അപ്പോൾ യെശയ്യാ പ്രവാചകനെ ദൈവമാക്കിയത് ദൈവജനം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. Therefore Isaiah was kept so that the people can come back to the Lord. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും എന്നുള്ള കർശന ശബ്ദമാണ് കേൾപ്പിക്കുവാനിടയായത്. Otherwise you will go to captivity was a strong warning by Isaiah to them. അതിനകത്ത് യാതൊരു വിധത്തിലുള്ളതായ കോംപ്രമൈസും ഫ്ലെക്സിബിലിറ്റിയും ഒന്നും ആ മെസ്സേജിലില്ല. റിട്ടേൺ ടു ദ ലോർഡ് ഓർ ഗോ ടു എക്സൈൽ. There was no compromising or flexibility. The message was clear: return to the Lord or go to exile. ഇത് ഈ അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടേണ്ടതായ ഏറ്റവും ശക്തമായ സന്ദേശമാണ്. It is this message to be preached in a powerful manner in this end time. കേവലം നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പിന്നെയോ നിത്യതയുടെ വാതിലുകൾ കടക്കുവാനും ഈ സന്ദേശം നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. This message is not just to receive our day-to-day needs, but for us to receive eternity and kingdom of the Lord. This message is important. എല്ലായ്പ്പോഴും മനുഷ്യന് സംഭവിക്കുന്നത് മനുഷ്യൻ തന്റെ സ്ട്രെങ്തിൽ റിലേ ചെയ്യുന്ന അനുഭവമാണ്. Always what happens with man is that he relies on his own strength. ആ സമയത്തെല്ലാം ദൈവം സംസാരിക്കുന്നു, മടങ്ങി ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക, ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുക. In all those times the Lord says, come back to me and trust in my strength. കാരണം ദൈവം ചെയ്തിരിക്കുന്ന സെറ്റിംഗ് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. Because the setting by the Lord is to trust in him and be fruitful through him. അതുകൊണ്ടാണ് യേശു കർത്താവ് അസന്ദിഗ്ധമായി പറഞ്ഞത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊന്നും നിലനിൽക്കുകയില്ല, ഫലം കായ്ക്കുകയില്ല. അടുത്തതായി പറയുന്നു, അതെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. That's why Jesus without doubt said, every branch which is not in me cannot bring fruit. Not just that, he cannot do anything without അപ്പോൾ me. ഓർക്കണം, ദൈവപൈതലേ, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. Therefore we need to understand we cannot do anything without our God. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രയോജനപ്പെടുവാൻ, ലൈഫ് ഫ്രൂട്ട്ഫുൾ ആകുവാൻ എന്താണ് വേണ്ടത്? Therefore what should we do to be with the Lord and be fruitful in our lives? വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒന്നാമതായി റിപ്പന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. First thing is to repent. അത് മാത്രമല്ല,
അവനിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. And not just that, to trust in him. ഇവിടെ നാം വായിച്ചതായ യെശയ്യാവ് 30:15 പറയുന്നു, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതും നിങ്ങൾ അതാണ് നല്ലത് എന്നാണ് ദൈവം പറയുന്നത്. In the verse 15 we read, in returning and in rest, it is good for them. അപ്പോൾ ഓർക്കണം, പക്ഷെങ്കിൽ നിങ്ങൾക്കതിന് മനസ്സില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. But the next line the prophet says, but you do not desire, or you do not have a mind to do that. ഹല്ലേലൂയ. ഇവിടെ സന്ദേശം വളരെ ക്ലിയർ ആണ്. ഇവിടെ ഒരു ശാസനയുടെ ശബ്ദമുണ്ടെങ്കിലും ആ റബ്യൂക്ക് എന്നുള്ള ആ നേച്ചറിൽ പ്രവാചകൻ സംസാരിക്കുമ്പോഴും പ്രോമിസിനെ പ്രാപിക്കാൻ മടങ്ങി വരിക എന്നുള്ള ആശ്വാസകരമായ സന്ദേശം അതിലുണ്ട്. Here the message is very clear, even though there is a rebuke, but there is a promise also that they need to come back to the അപ്പോൾ Lord. അതിനകത്ത് ഹീലിംഗ് ഉണ്ട്, രോഗസൗഖ്യമുണ്ട്. There is healing in that. അതിനകത്ത് യഥാസ്ഥാനപ്പെടലിന്റെ അനുഭവമുണ്ട്. There is a time of reconciliation in that. അത് മാത്രമല്ല, വലിയ ശുഭകരമായ ഭാവി പ്രത്യാശ നമുക്കതിലൂടെ ലഭിക്കുന്നു. Also there is a bright hope for a future. അപ്പോൾ ഓർക്കണം, നമുക്ക് അനുതാപത്തോടും തകർന്ന ഹൃദയത്തോടും ദൈവമുമ്പാകെ നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായും ഫിസിക്കലായുമുള്ള സൗഖ്യം തരുന്നു, യഥാസ്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു, നിത്യമായ ഭാവി പ്രത്യാശ നൽകുന്നു. Therefore we need to know, if we come to him with repentance and broken heart, that he will heal us internally and physically and restore us for a bright future ahead. അപ്പോൾ ഈ വചനഭാഗത്ത് ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് കേൾക്കുക. ഇന്ന് തുടർമാനം ആരാധനയിൽ ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് വലിയ ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ദിവസമാണ്. Let us continue to keep praying and pay attention. The Lord has already spoken that he will do a great thing in our midst today. മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന തലങ്ങളൊക്കെ ഇന്ന് ക്ലിയർ ആകുന്ന ഒരു പകലാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിരിക്കണം. It is a day where all areas which are a hindrance for us to go ahead will be cleared. Therefore let us be with great prayer. ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ. അവരോട് തന്നെ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിലേക്ക് മടങ്ങി വരിക. Here Israel are a people of the Lord. To them the prophet is saying to come back to the Lord. അപ്പോൾ മനുഷ്യന്റെ വഴികളെ വിട്ട് ദൈവ വഴികളിലേക്ക് വരിക എന്നാണ് പറയുന്നത്. It means to leave the ways of man and come back to the ways of the Lord. ബൈബിൾ പറയുന്നു, പ്രവചന പുസ്തകത്തിൽ മനുഷ്യന് പലപ്പോഴും അവന്റെ വഴി ചൊവ്വായി തോന്നും, എന്നാൽ ആ വഴിയോ നാശകരമായ വഴിയാകുന്നു. We can read in the word, the man seems his way is right, but that way leads to destruction. ഇവിടെ മടങ്ങി വരിക എന്ന് അർത്ഥമാക്കുന്നത് അനുതാപത്തോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. Here returning means to come with repentance and to see the face of the Lord. അത് മാത്രമല്ല, വിശ്രമിക്കുക എന്നുള്ള പദം അതിനകത്തുണ്ട്. വിശ്രമിക്കുക എന്നുള്ളത് അർത്ഥമാക്കുന്നത് സീസിങ് ഫ്രം സെൽഫ് എഫോർട്ട്, സ്വന്തം കഴിവിൽ നിന്നുകൊണ്ടുള്ളതായ പരിശ്രമം. There is also a term which says to rest. It means that ceasing from self efforts. അതിൽ നിന്ന് മാറി ദൈവത്തിങ്കൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന, അവനിൽ സമാധാനം ആശ്രയിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന സമാധാനത്തിൽ ദൈവവൈതൽ നിൽക്കണം. It means to cease from our self efforts and trust in the Lord and receive that peace from the Lord. ഇവിടെ പ്രവാചകൻ ജനത്തോട് വിശ്രമിക്കുക എന്നുള്ള പദം അർത്ഥമാക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായി സ്വന്തം കഴിവിലൂന്നാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ സമാധാനം കണ്ടെത്താനാണ്. Here the prophet, when he says to rest, means to not rely on our own strength but to trust in the Lord and receive his അതുകൊണ്ടാണ് peace. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ഭാരം എൻ്റെ മേലിടുക, ഞാൻ നിന്നെ പുലർത്താം. That is why we read in the psalm to cast our burdens on the Lord and he will sustain us. ഓ, യേശു കർത്താവ് വലിയ മേജറായിട്ടൊരു പ്രൊക്ലമേഷൻ നടത്തുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു, എന്നോട് കേട്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറയുന്നു. That is why Jesus also does a great proclamation, come to me and I will give you rest. My yoke is simple and burden is light. Learn from me and proceed. രണ്ടാമത് ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ
അതിതീവ്രമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ക്ഷമയോടെ ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുക എന്നുള്ളതാണ്. Secondly, when it means to trust in the Lord, to be believing in Him and wait with patience. പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങളിൽ അവർക്ക് മനസ്സില്ലായിരുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. And later we read, for these two things the people were not willing. അവർക്ക് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാനും റെസ്റ്റ് ചെയ്യുവാനും മനസ്സില്ല. They did not have the willingness to trust and rest in the Lord. ദൈവ പൈതൽ ഈ റൂട്ട് പഠിച്ചേ പറ്റൂ. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തിൽ റെസ്റ്റ് ചെയ്യുക. We as children of God need to learn this route to rest and trust in the Lord. അതിന് മനസ്സില്ലാതെ വരുമ്പോൾ നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയില്ല. And when we are not willing, we will not reach the destination we need to reach. അവരോട് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ അതിന് പകരം എന്താണ്? കുതിരയിൽ ആശ്രയിക്കുകയാണ്, ഹോഴ്സ് പവറിൽ ആശ്രയിക്കുകയാണ്. That's why the prophet is saying, instead of this, you are trusting in the power of the horses. അപ്പോൾ ആ പ്രവചന വാക്യം ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്കതിന് മനസ്സില്ല, നിങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. But you would not, and you said, for we will flee on the horses. അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഞങ്ങൾ തുരകങ്ങൾ മേൽ കയറുമെന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. Therefore you shall flee, and we will ride on swift horses, but those who pursue you shall also be swift. അപ്പോൾ അവര് ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മാറി അവർ ഓൺ കഴിവിൽ ആശ്രയിക്കുകയാണ്. Therefore these people have turned from the ways of the Lord and are trusting in their own strength. ഇത് സസൂക്ഷ്മമായി നമ്മളെ നോക്കി പഠിക്കേണ്ടതാണ്. And we need to study this, keeping us in the picture. അപ്പോൾ ഹ്യൂമൻ സ്ട്രെങ്തിൽ ആശ്രയിക്കുന്നു. They are trusting in human strength. അത് മാത്രമല്ല, ചില അൺഹോളി അലയൻസുകൾ അവിടെ കാണാൻ കഴിയും ആ കോണ്ടെസ്റ്റിൽ. And we can see some unholy alliances in those contexts. ഈ ദൈവത്തിന്റെ ജനമായ യഹൂദ പ്രതിസന്ധിയുടെ നടുവിൽ അസീരിയൻസ് അവരെ ആക്രമിക്കാൻ കീഴടക്കാൻ വരുമ്പോൾ ഈ ജാതീയ ശക്തികൾ ഈജിപ്ഷ്യൻ ശക്തികളുമായി കൂട്ടുകൂടാൻ അവർ തയ്യാറാകുന്നു. These people of Judah, when Assyrians came to attack them, they were ready to make connections with Egypt. അവരവരുടെ മിലിറ്ററി പവറിൽ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. They started depending on Egypt's military അപ്പോൾ power. ഓർക്കേണ്ടതായ ഈ മൂന്ന് കാര്യങ്ങൾ സസൂക്ഷ്മം മനസ്സിലാക്കണം. ഹ്യൂമൻ സ്ട്രെങ്തിൽ ആശ്രയിക്കുന്നു. Therefore we need to understand that they are trusting in human strength. നമ്മുടേതായ കഴിവുകളിൽ നമുക്ക് എത്രമാത്രം പോകാം എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. We know when we think how much we can do with our own strength and efforts. ഇന്നത്തെ നമ്മുടെ ആരോഗ്യസ്ഥിതി വെച്ച് എത്ര മൈൽ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. We can think and understand that how much we can go ahead with the current health we have. നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ട് എത്ര മുന്നോട്ട് പോകാം എന്ന് നമുക്കറിയാം. We know with our education how much more forward we can go. ചിന്തിക്കുന്നവർക്കതറിയാം. Those who think know it. നമ്മുടെ മറ്റുള്ള എക്സ്ട്രാ എബിലിറ്റി, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ടാലന്റുകൾ ഇതെല്ലാം വെച്ച് ഓടുന്നതിനെല്ലാം പരിമിതിയുണ്ട്. With all our extra abilities and talents, there is a limitations on how much we can go forward. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. Therefോ what should we do? We should completely trust in the Lord. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. We should completely trust in the Lord. രണ്ടാമത്, ദൈവ മക്കളെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ ദൈവം കണ്ടിട്ടുണ്ട്. Secondly, God has a clear plan for His children. എത്ര പേര് അതിന് ആമേൻ പറയും? എൻ്റെ ദൈവം എന്നെ കുറിച്ച് ഒരു ഭാവി പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞാട്ട്. How many of us can declare amen to that? എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാട്ട്. My God has a plan for me. Can we proclaim അത് it? യെരമ്യാ പ്രവാചകൻ ആ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ അവന്റെ പദ്ധതി തിന്മയ്ക്കല്ല, നിങ്ങളുടെ നന്മയ്ക്കാണെന്നാണ് അവരോട് ആവർത്തിച്ച് പറയുന്നു. That is why prophet Jeremiah says the plans for you are not to harm you but to prosper you. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നാം നടന്നെടുക്കുന്നതിന് നമുക്ക് ബാഹ്യമായ അലയൻസിന്റെ ആവശ്യമില്ല. Therefore, to walk in the purpose of the Lord, we do not need external alliances. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡുകൾ. We need to be careful with the methods we choose. ഇവിടെ യഹൂദായിക്ക് തോന്നി ഈജിപ്ഷ്യൻസിന്റെ സഹായം തങ്ങളുടെ നിലനിൽപ്പിന് ഗുണകരമാകുമെന്ന് അവർ ചിന്തിക്കുകയാണ്. Here Judah understood that the help of the Egyptians will be helpful for them. അങ്ങനെ തോന്നാൻ കാരണമുണ്ട്. കാരണം മിലിറ്ററി പവർ ഉണ്ട്, ബാക്കി ഏത് ക്രൂരത കാണിക്കുന്നതിനും അവർക്ക് മടിയില്ല. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ അലയൻസിന്, അൺഹോളി അലയൻസിന് തയ്യാറാകുന്നത്. This thought was valid because Egyptians are very cruel and have that military power to destroy their enemies. പ്രിയമുള്ളവരെ, നമ്മളുടെ വളർച്ചയ്ക്കും നമ്മുടെ മുന്നേറ്റത്തിനും
ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ആയുധമാകുന്നതിനും നമുക്ക് ഏറ്റവും വലിയ അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് വേണ്ടത് നമ്മുടെ ദൈവവുമായിട്ടാണ്. For us to grow and be fruitful and to be a useful weapon in the hand of the Lord, our affectionate relationship should be with the Lord. നാം നമ്മുടേതായ കഴിവുകളിൽ നിരൂപിച്ച് തെരഞ്ഞെടുക്കുന്ന വഴികൾ പരാജയപ്പെട്ടു പോകും. But the methods we choose through our own efforts will be for failure. ദൈവത്തിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട്, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വഴികൾ നമ്മെ തേടി വരും. But if we rest and trust in the Lord and we go forward, the ways of the Lord will come searching for us. അതേ ദൈവം നടത്തുന്ന വഴികൾ നമ്മൾ ഓർക്കുമ്പോൾ അതിന് നമ്മുടെ അധ്വാനമോ പുരാതനമായി നമുക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന അതേ ഇൻഹെറിറ്റന്റ് പ്രോപ്പർട്ടിയോ ഇതൊന്നുമല്ല. ദൈവം നമ്മെ നടത്തുന്ന വഴികള് അത്ഭുതവും അഗോചരവുമാണ്. ഇന്ന് പകൽക്കാലം ഹാലലി ഒരു സീറോയിൽ നിന്നുകൊണ്ടും ദൈവസന്നിധിയിൽ പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ദൈവ പൈതലെ നിനക്കതു മതി. നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ അവൻ നിറവേറ്റും. നിനക്കതു മതി. നിന്റെ ആയുസ്സിൽ വെളിപ്പെടേണ്ട ദൈവപ്രവർത്തികളെ ഒരു ശത്രുവിനും ഒരു അന്ധകാര ശക്തികൾക്കും തൊടുവാൻ കഴിയാത്ത നിലയിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്നെ നിത്യതയിലേക്ക് ചേർക്കും. The Lord's strength and grace and mercy are enough for us to take forward and to remove all our enemies from our way and to lead us into that bright future which He has kept for us. അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. Therefore we need to be careful with our day to day lives. ഒന്ന് നമ്മുടെ ടങ് സൂക്ഷിക്കണമെന്ന് നമ്മൾ കേട്ടു. First we heard we need to be careful with our tongue. രണ്ട്, നമ്മുടെ ട്രസ്റ്റ് എപ്രകാരമുള്ളതായിരിക്കണം എന്ന് കേട്ടു. Secondly, we heard how should our trust be. അത് മാത്രമല്ല, നമ്മൾ റെസ്റ്റ് എങ്ങനെ ചെയ്യണം അതും നമ്മൾ പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And then we also understood how should we rest in the Lord. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേൽപ്പിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് മുൻപോട്ട് നാം പോകുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമായി തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. It means that when we have prayed and surrendered the matter before the Lord, we should wait with patience in faith in the Lord. അങ്ങനെയുള്ള ദൈവ പൈതൽ പരാജയത്തെ നോക്കി പേടിക്കുകയില്ല. Such a person or child of God will never be afraid of failures. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നതായ എബ്രഹാം ലിങ്കൺ 11 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലുവർ നേരിട്ട വ്യക്തിയാണ്. Abraham Lincoln, the president of America, failed 11 times. ഇൻ ബിറ്റ്വീനിൽ അദ്ദേഹത്തിന് ഭാര്യ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. In between he lost his wife. ഇൻ ബിറ്റ്വീനിൽ അദ്ദേഹം വളരെ മാരകമായ നെർവ് രോഗത്താൽ പിടിപെട്ട് അവശനായി ഇനി ജീവിക്കത്തില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ വന്നു. In between he went through a great sickness on his nerve that he will not survive anymore. പക്ഷേ ദൈവാശ്രയ ബോധത്തിൽ ദൈവത്തിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ തക്ക സമയത്ത് ഇറങ്ങി വന്ന് ഒരു സെക്കൻഡ് പോലും തെറ്റാതെ ഇറങ്ങി വന്ന് അവൻ പ്രവർത്തിക്കും. അവൻ കരം പിടിച്ച് ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഉയർത്തേണ്ട ആ സ്ഥാനത്തേക്ക് ഉയർത്തി നിർത്തി മാനിക്കുന്ന ദൈവം ഈ പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. But for a child of God who is waiting and trusting in the Lord comes down for him in the right time, and He is here today to lift us up and deliver us. ഇവിടെ പ്രവാചകൻ വളരെ ശക്തമായി പറയുകയാണ്. Here the prophet is powerfully proclaiming. നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അസ്വസ്ഥതകൾക്കും അൺറസ്റ്റിനും കാരണമായിരിക്കുന്നത് ഹല്ലേലൂയ നിങ്ങളിൽ തന്നെയുള്ളതായ ആശ്രയമാണ്. The prophet is saying every discomfort and unrest in your life is because of your trust in your lives. നിങ്ങളുടേതായ ബുദ്ധികളിൽ നിൽക്കാതിരിക്കാൻ ആവർത്തിച്ച പ്രവാചകൻ പറയുന്നു. He is repeatedly saying not to rely on your own wisdom. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ ആകുലതകളും ആകാംക്ഷ നിറഞ്ഞെന്ത് നാളെ സംഭവിക്കുമെന്നുള്ള ചിന്തകളൊക്കെ ദൈവത്തിലേക്ക് വിടുക. Today all our worries and uncertainties about tomorrow, let us surrender before the Lord. നിങ്ങൾ വല്ലാതെ സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എലാസ്റ്റിക് വലിച്ചാൽ എത്രമാത്രം വലിയും, അതിനേക്കാൾ അപ്പുറമായി നിങ്ങൾ നിങ്ങളുടെ മാക്സിമത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ഫലം കാണുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, റെസ്റ്റ് ഇൻ ഹിം.
You are toiling very much and strained like an elastic, going and toiling. But today the Lord is saying to rest in Him. പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, മിസ്പ്ലേസ്ഡ് ട്രസ്റ്റ് എന്നാണ് ആ പദം ഉപയോഗിക്കുന്നത്. In the words of the prophet, it means like misplaced trust. മിസ്പ്ലേസ്ഡ് ട്രസ്റ്റ് Misplaced trust. എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യേണ്ടടുത്തല്ല ട്രസ്റ്റ് ചെയ്യുന്നത്. It means they are not trusting the place where they need to trust. ഹല്ലേലൂയ. യഥാസ്ഥാനത്തിന്റെ മീനിങ്ങും അത് തന്നെയാണ്. Restoration also means the same thing. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം ഓർക്കേണ്ടത് നമ്മുടെ ആ റഷിംഗ് ആ സ്പിരിറ്റ് നിർത്തുക, റഷ് ചെയ്യുക. We need to understand, we need to stop the rushing spirit in our nature. അത് ഈ കോണ്ടക്സ്റ്റുവൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. It is in context with what we have read. അവർക്ക് ഇതിനൊന്നും മനസ്സില്ല. അവർ കുതിരപ്പുറത്ത് കയറി അവർ ഓടുകയാണ് അടുത്ത കാര്യങ്ങൾ നേടുവാൻ. They are not willing, they are carrying on horses and running for the next അവരിങ്ങനെ things. ദൈവ പദ്ധതിയെ കുറിച്ചൊന്നും അവർക്ക് ചിന്തയില്ല. അവർ ഓടുകയാണ്. They are not worried about the will of the Lord, but they are just rushing. ആ റഷിംഗ് നിർത്തി അവനായി കാത്തിരിക്കുക. Let us stop that rushing and wait for the Lord. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. Those who wait on the Lord will renew their strength and they shall mount up with wings like ഇന്ന് പകൽക്കാലം eagles. ഞാൻ വളരെ കൺവിക്ഷനോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. Today I stand here with great conviction. ഈ നമ്മോട് ഇടപെടുന്ന ദൈവവചനത്തിന് വളരെ ഓഥന്റിക്കായി ചില കാര്യങ്ങൾ നമ്മളിൽ ചെയ്യുവാനുണ്ട്. The word of the Lord which is dealing with us has great authentic things to do for us in our lives. ആധികാരികമായ ചില പ്രവർത്തികൾ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലും ഇറങ്ങി ചെയ്യുവാനുണ്ട്. There are some authentic deeds to be done in our lives, in our families and our surroundings. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഓർത്തു നോക്കണം, മുങ്ങാൻ പോകുന്ന ഒരു വ്യക്തി, We need to see that a person who is almost drowning, അഗാധതയിലേക്ക് താഴാൻ പോവുകയാണ്. he is just drowning underneath. ആ വ്യക്തിക്ക് ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? What will he do if he gets a life jacket? ഇതിന് സമാനമായിട്ടാണ് ഈ വചനം ഇന്ന് നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. That is how this word has come to you today. ജീവിക്കാൻ വേണ്ടി സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ സ്ട്രൈവിൽ, ആ ത്യാഗത്തിൽ നിന്ന് അനായാസേന രക്ഷപ്പെട്ട് കയറുവാൻ കഴിയുന്ന ഒരു വഴിയിലേക്ക് ദൈവം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുകയാണ്. The striving and sacrifices we are doing to survive, today the Lord is rescuing us in His way. നിങ്ങളത് ഭാവനയിൽ കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സ് വയ്ക്കുക. Can we imagine that and start praying and praising the Lord? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനത്തിന്റെ മധ്യത്തിൽ വെളിപ്പെട്ടാൽ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. If the Spirit, the presence is manifested among His people, there will be unusual അതുകൊണ്ട് works. ഒന്നും ബൗണ്ടറി വെക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. Therefore, let us pray without any boundaries and be in the നിങ്ങൾ presence of ഒരു the Lord. ബൗണ്ടറിയും അതിന് വെക്കണ്ട. Let us not limit our boundaries. യാതൊരു വിധത്തിലുള്ള ബാരിയറും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Let us remove every barrier which is in front of us and start അവൻ praying. നിങ്ങളെ രക്ഷിക്കാൻ മനസ്സുള്ളവനും കരുണയുള്ളവനുമാണ്. He is willing to rescue and save us. ഹല്ലേലൂയ. ഇവിടെ ദൈവം മടങ്ങി വരാനായിട്ട് സംസാരിച്ചു. Here the Lord is telling them to return to Him. രണ്ടാമതായിട്ട് അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. We can read from 20 to 22. മൈക്കില്ലേ? കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നോക്കണം, എത്രയോ ആശ്വാസകരമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. We need to see how much comforting words we read now. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഷ്ടത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ അപ്പവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നോക്കണം, ഇതെല്ലാം പറയുമ്പോഴും ദൈവം പറയുകയാണ്, നിങ്ങൾ ഞെരുക്കത്തിൻ്റെ വെള്ളവും കഷ്ടത്തിൻ്റെ അപ്പവും നിങ്ങൾ കുടിച്ചെന്നാലും, ട്രയൽസിലാണ് നിങ്ങളെങ്കിലും, പ്രതികൂലങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും, മനസ്സിലാകുന്നുണ്ട് എല്ലാവരും ഇവിടെ തന്നെയാണോ? അത് ശരിക്കും ആ കൺവിക്ഷനോടെ വേണം അത് മനസ്സിലാക്കാൻ. ഇനി നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല.
You need to know that what we read here is, even though you eat the bread of adversity, the water of affliction, you are going through trials and tribulations, but your eyes shall not see your teachers. Oh, your eyes shall see your teacher. Your eyes shall see your teachers. നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. Your teachers will not be hidden from you. ഓ, ആ പദം എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് അവിടെ? Why is it referred like that? അതുപോലെ വേണ്ടുന്നതിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചർ പഠിപ്പിക്കുന്നതിൽ മാസ്റ്റർ ആയിരിക്കും ആ വിഷയത്തിൽ. The word teacher means that he is a master in what he teaches. അത് മാത്രമല്ല, ആ ടീച്ചറിന് ശരിയായ ആ ഗൈഡൻസ് നമുക്ക് നൽകാൻ കഴിയും. Not just that, the teacher can give us the right guidance we need. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാക്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറന്നു പോകരുത്. നിന്റെ ഉപദേഷ്ടാവ് ഒരിക്കലും നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. Therefore, let us not forget these words, that the teachers will not be hidden from you. അത് മാത്രമല്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. And not just that, your eyes shall see your പ്രിയമുള്ളവരെ, teachers. ഇത് ആരാണ് കാണുന്നത്? അവനിൽ ആശ്രയിക്കുകയും അവനിൽ എല്ലാം അർപ്പണം ചെയ്ത് നിൽക്കുന്നവർ, അവരുടെ കണ്ണ് എപ്പോഴും അവിടോട്ടാണ്. We need to understand who is the one who sees this, the person who trusts and waits on him. His eyes are always toward them. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് സഹായം വരുന്ന ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആ പർവ്വതത്തിലേക്ക് ഞാൻ നോക്കുമെന്ന്. That's why David says, I lift my eyes to that hill from where my help comes from, the maker of heaven and earth. ആ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. Can we read the 21st verse? നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ യഥാർത്ഥമായി ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നാലുള്ള ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. Therefore, when we return to the Lord clearly, we hear, whenever you turn to the right or left, you will hear the word, this is the way, walk on it. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും എന്ന് പറയുന്നുണ്ട്. It says that Holy Spirit will lead you into all truth. നാം നമ്മുടെ എല്ലാ ദൈവഹിതത്തിനും വിരുദ്ധമായതെല്ലാം ഉപേക്ഷിച്ച് നാം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവഹിത പ്രകാരം നമ്മെ മുൻപോട്ട് നടത്തുവാനിടയാകും. If we are ready to forsake everything which is not according to the will of the Lord, the Spirit will dwell in us and give us the guidance we ഇവിടെ need. ഇസ്രായേലിന്റെ വിഷയത്തിൽ അവർ ആശ്രയിച്ചിരുന്നതായ വിഗ്രഹങ്ങൾ, അവർ ആശ്രയിച്ചിരുന്നതായ സിൽവർ, അവർ ആശ്രയിച്ച ഗോൾഡ്, ഇതെല്ലാം അവർ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ് പറയുന്നത്. Here the Lord is saying to Israel to not to trust in the idols and the strength and every external alliances, and he's asking them to return to the Lord. സിമ്പിളായി പറഞ്ഞാൽ, we have to turn our ears to hear the voice of God. In simple words, it means to turn our ears to hear the voice of the Lord. പരിശുദ്ധാത്മാവ് മൂമെന്റ് ബൈ മൂമെന്റ് ആയിട്ട് നമുക്ക് ആലോചന തന്ന് നമുക്ക് നമ്മെ മുൻപോട്ട് നടത്തും. The Holy Spirit will give us the counsel every moment by moment. അത് മാത്രമല്ല, പോകേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും. And not just that, he will show the way we need to take. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നീ ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവ് ടീച്ചറായി, ഉപദേഷ്ടാവായി കൂടെ ഇരുന്ന് മുൻപോട്ട് നടത്തും. My dear ones, the critical decisions you take you are not alone. The Holy Spirit will be your counselor and take you forward. അതിനുശേഷം പ്രവാചകൻ പറയുകയാണ്, അതിന്റെ 23 മുതൽ 26 വരെയുള്ള ഭാഗം കൂടി ഒന്ന് ഉറക്കെ വായിച്ചു കേൾപ്പിക്കാമല്ലോ. നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും, അത് പുഷ്ടിയും സമൃദ്ധിയുമുള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും, നിലമുഴുന്ന കാളയും കഴുതയും മുറം കൊണ്ടും പല്ലികൊണ്ടും വീശി വെടിപ്പാക്കിയതും ഉപ്പു ചേർത്തതുമായ തീൻ തിന്നും. മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. നോക്കണം, ശ്രദ്ധിക്കണം, വളരെ ഗൗരവമായ കാര്യങ്ങൾ ദൈവം അവരോട് പറയുകയാണ്. We need to pay attention. The Lord is saying very serious things here. നിങ്ങൾ വിത്ത് വിതയ്ക്കുമ്പോൾ വിത്ത് വളരുവാൻ ആവശ്യമായ മഴ ഞാൻ തരും. He says, I will give you the rain your seed needs to grow. നിലത്തിലെ വിളവായ അപ്പം, നിങ്ങൾക്ക് വേണ്ടുന്നതായ
സമൃദ്ധമായ പ്രോസ്പിരിറ്റി ഞാൻ നൽകുമെന്നാണ് The അർത്ഥമാക്കുന്നത്. Lord says, I'll give prosperity and increase the bread on the earth for you. അത് അധികം പുഷ്ടിയുള്ളതും സമൃദ്ധവുമായിരിക്കും. It will be fat and plentiful. ദൈവം നമ്മുടെ ജീവിതത്തെ ആത്മികമായും ഭൗതികമായും ഒരുപോലെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. The Lord wants to bless us spiritually and physically our lives. അത് നമ്മുടെ വാസ്തവമായും നമ്മുടെ സാക്ഷാൽ കർത്താവിൽ നമുക്ക് കാണാൻ കഴിയുന്നു. And we can see that clearly in Jesus Christ. ആ ഫുൾഫിൽമെന്റ് യേശു കർത്താവിൽ കാണാൻ കഴിയുന്നു. That fulfillment we can see in Jesus. ആർക്കും ഒരു നാളും ദാഹിക്കാത്ത ജീവജലത്തിന്റെ വെള്ളം അവൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. He says, I'll give you the water through which you will never thirst. എറ്റേണൽ ആയിട്ടുള്ള ഹാർവസ്റ്റും ഭൗമികമായിട്ടുള്ള വളർച്ചയും ഒരുപോലെ ഓഫർ ചെയ്യുന്നുണ്ട്. He is offering the eternal harvest and the worldly physical harvest. ഇത് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിലും നമ്മൾ ഇതിനെ കാണേണ്ടതാണ്. We need to see this in a futuristic view as നിത്യതയുടെ well. വെളിച്ചത്തിലും നാം ഇത് കാണേണ്ടതാണ്. We need to see it in the light of eternity. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് യഥാർത്ഥമായി വരേണ്ടതുപോലെ നമ്മൾ വന്നാൽ, നമ്മൾ നിൽക്കേണ്ടതുപോലെ നമ്മൾ നിന്നാൽ, നമ്മൾ ഓർക്കണം, നമ്മൾ ഈ കാലാവസ്ഥയൊക്കെ കാണുന്നില്ലേ? ഇപ്പം വിൻ്ററിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു വിൻ്റർ വരുമ്പം, വിൻ്റർ ഫുള്ളാകുമ്പോൾ നമ്മൾ ഈ കാണുന്ന പച്ച വൃക്ഷങ്ങളെല്ലാം ഇല കൊഴിഞ്ഞ് ഒരില പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. Therefore, if we come to the Lord the way we need to and trust in the Lord the way we need to, we can see the climate as it changes, all the leaves are shedding. എന്നാൽ അടുത്തൊരു സീസൺ മാറി വരുമ്പോൾ, But when a season changes and comes, നമുക്ക് തോന്നും ഇത് ഉണങ്ങി നിൽക്കുകയാണ്, ഇതൊരിക്കലും ഇനി ഇതൊന്നിനും കൊള്ളത്തില്ലെന്നും ചിലപ്പോൾ നമുക്ക് തോന്നും. we will feel the leaves are dried and it is good for nothing now. സമയം വരട്ടെ, ഇലകൾ മുളച്ചു വരുന്നത് കാണാം. But let the time go, we will see the leaves ripening, leaves coming back again. ഇതുപോലെ സാഹചര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മാറ്റിത്തരും. That is how the Lord is going to change situations for you. യുവർ സീസൺ വിൽ കം. Your season will come. നിങ്ങളുടെ സീസണിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. And the Lord will bring you to your season. കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചുകൊണ്ട് ഇന്ന് നിലവിളിക്ക്. ഇന്നാണ് ദൈവപൈതലെതിരെ ഭാവിയുടെ ആകത്തുക അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ വേണ്ടിയുള്ള വലിയൊരു കൺവിക്ഷൻ, വലിയ ഒരു ഔട്ട്പോറിംഗ് ഇന്ന് പകൽ ദൈവാത്മാവിടെ പകരുന്ന പകലാണ്. If we completely trust in the Lord and cry, today is the day that of conviction and the Lord is outpouring that deliverance for you. ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഡ്രൈനസ് നിങ്ങൾ കാര്യമാക്കണ്ട. Do not consider the situations of your current life today. ഓഹോ, സ്തോത്രം. എന്നാൽ നാളത്തെ അബണ്ടൻസിനെ കുറിച്ച്, നാളത്തെ സമൃദ്ധിയെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു. Let us think about the abundance of tomorrow and the future. അത് മാത്രമല്ല, നിത്യതയെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനുള്ള ഉറപ്പും ദൈവം നമുക്ക് തരികയാണ്. And not just that, the Lord is strengthening us to receive the eternity in our lives. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം എടുത്ത് ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We will see some things from Isaiah chapter 1 and then pray. വളരെ ശ്രദ്ധയോടെ ആ ഭാഗം കേൾക്കണം. Let us hear with great attention. ഇവിടെ യെശയ്യാവ് പറയുകയാണ്, 1-3 വാക്യത്തിൽ പറയുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. Here in the 3rd verse it says, the ox knows its owner, the donkey its master, but Israel does not know, my people do not consider. 5-ാം വാക്യത്തിൽ പറയുന്നു, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. In verse 5 and 6, why should you be stricken again? You will revolt more and more. The whole head is sick and the whole heart faints. From the sole of the foot even to the head there is no soundness in it, but wounds and bruises and putrefying sores. They have not been closed or bound up or soothed with ointment. ഇവിടെ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനതയോടാണ് ദൈവം സംസാരിച്ചത്. Here the Lord is speaking to the people who are revolting against him. നമുക്കറിയാമല്ലോ, നമുക്കൊരു മുറിവുണ്ടായി സെപ്റ്റിക്കായി പഴുത്തു നിൽക്കുന്ന ഒരവസ്ഥ എന്തിച്ചു നോക്കുക. We know that if we have a wound, if it's septic, we can understand that അത് situation. നല്ലതുപോലെ പഴുത്തു വരുമ്പോൾ എന്തുമാത്രം അസഹനീയമായ വേദനയായിരിക്കും നമുക്കുണ്ടാകുന്നത്. When it gets infected, and how much of the pain is it?
ആ ഒരു അവസ്ഥ നമുക്കാർക്കും താങ്ങാൻ കഴിയുന്നതല്ല. It is a pain which we cannot sustain. ഇവിടെ പ്രവാചകൻ നരേറ്റ് ചെയ്യുന്നത് വളരെ വിശദമായിട്ട് ആ മുറിവിൻ്റെ അവസ്ഥകളുമായിട്ടാണ്. Here the prophet is narrating that wounds situation very clearly. ഹല്ലേലൂയ. ഞാൻ 4ാം ക്ലാസ്സിലോ 4ലോ 3ലോ പഠിക്കുന്ന സമയത്ത് ഞാൻ റോഡ് സൈഡിൽ കൂടെ വീടിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു സൈക്കിളുകാരൻ വന്ന് എന്നെ തട്ടി. അന്നൊരു വലിയ ആക്സിഡൻറ്റ് പോലെ ആ സൈക്കിളൊക്കെ തട്ടിയാൽ. When I was in the 4th or 3rd standard, when I was walking by the road, a cyclist came and hit me, which was considered a great accident that time. ആ സമയത്ത് എൻ്റെ കാല് ആദ്യത്തെ 2 ദിവസം കുഴപ്പമില്ലായിരുന്നു. പഴുത്ത് നല്ലതുപോലെ നടക്കാൻ വയ്യാത്ത രീതിയിലായി. My leg was okay for the first 2 days, and then it became very sore and I could not walk. എന്നാലും ഞാൻ അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. But I was still carrying it on my own. ഒട്ടും നടക്കാൻ വയ്യാതെ വന്നപ്പോൾ വീട്ടിലെല്ലാവരും അറിഞ്ഞു. When I was not able to walk at all, everyone in the house came to know. ഫാദർ എന്നെയും കൊണ്ട് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. My father took me to a nearest clinic. ഡോക്ടർ എന്ന് കേട്ടപ്പോഴേ എനിക്ക് പേടി. I was very afraid of doctors that time. ഡോക്ടർ എനിക്ക് കാലനക്കാൻ വയ്യ. പിന്നെ ആ കാലയിൽ ഡോക്ടർ എന്തെങ്കിലും ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. I am in pain. I am not able to move my leg. What if the doctor does something on കൊച്ചു it? മനസ്സിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. In that young mind, I was praying and sitting in the reception, I remember. അത് കഴിഞ്ഞ് ലാബൊക്കെ ശരിയാക്കി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. And after they set the lab, they took me there. ഞാൻ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. I was afraid and shivering. എനിക്ക് 8-9 വയസ്സ് പ്രായത്തിലാണ്. I might be 8 or 9 years old. എൻ്റെ 2 അവിടുത്തെ സ്റ്റാഫ് വന്ന് എൻ്റെ കയ്യിലും എൻ്റെയൊക്കെ പിടിക്കാൻ ഇടവും വലവും അവർ നിൽക്കുന്നുണ്ടായിരുന്നു. There were 2 staffs there to hold my hands and legs. അങ്ങനെ നിന്ന് അവർ പിടിച്ച് അദ്ദേഹം അതിനകത്ത് ചില ചെറിയ മൈനർ ഒന്നും അനസ്തേഷ്യ ഒന്നുമില്ലാതെ ലോക്കൽ ഒന്നുമില്ലാതെ ആ പ്രോസസ്സ് അദ്ദേഹം ചെയ്തു. And after they held me, the doctor came and did some minor medicines and cleaning on that wound. ഒരുപാട് ഉറക്ക നിലവിളിച്ച് എൻ്റെ ശക്തിയുള്ളിടത്തോളം ഞാൻ സ്ക്രീം ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. I was in great pain and started screaming very loudly. അദ്ദേഹം ആ പഴുത്തിരിക്കുന്ന പഴുപ്പ് ഞെക്കി ലൈവായിട്ട് മൊത്തം മാറ്റി. That person pressed that sore wound and removed the uncleanness out of it. ആ സമയത്ത് എനിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായിരുന്നു. And I was in a pain which I could not take that time. എന്നാൽ അത് കഴിഞ്ഞ് അദ്ദേഹം മരുന്ന് പുരട്ടി എന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടു. And after that he put some medicine and sent me back home. പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് കാണിക്കേണ്ടി വന്നായിട്ട് ഓർക്കുന്നു. Then again I had to just visit once. അതിനകത്തെ ആ പഴുപ്പ് പൂർണ്ണമായി ഞെക്കി പൂർണ്ണമായി മാറ്റി കളഞ്ഞപ്പം പിന്നീട് എനിക്ക് കിട്ടിയ റിലീഫ് വളരെ വലുതായിരുന്നു. When that uncleanness was completely pressed and removed from the wound, I received a great relief. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പർപ്പസോടുകൂടി ദൈവം കാണുന്ന തൻ്റെ ജനത്തിൻ്റെ അവരുടെ ശുദ്ധീകരണം, അവരുടെ റെസ്റ്റോറേഷൻ ഈ ഒരു അവസ്ഥയിലാണ് വെളിപ്പെടേണ്ടത്. The people who have been called to do great things for the Lord, their future and their restoration lies in such an experience. ഇവിടെ 16-ാം വാക്യം യെശയ്യാ 1:16 പറഞ്ഞു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളയുവീൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. In verse 16 it says, wash yourselves, make yourselves clean, put away the evil of your doings from before your eyes, cease to do evil. നന്മ ചെയ്യുവാൻ പഠിക്കുവീൻ, Learn to do good, ന്യായം അന്വേഷിക്കുവീൻ, seek justice, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, rebuke the oppressor, അനാഥന് ന്യായം നടത്തിക്കൊടുക്കുവീൻ, defend the fatherless, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുവീൻ, plead for the widow. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് ദൈവം പറയുകയാണ്. Come now and let us reason, says the Lord. നിങ്ങളുടെ പാപങ്ങൾ Though your sins കടഞ്ചുവപ്പായിരുന്നാലും are like scarlet, ഹിമം പോലെ വെളുക്കും. they shall be as white as snow. രക്താംബരം പോലെ Though ചുവപ്പായിരുന്നാലും they are red like crimson, പഞ്ഞി പോലെ ആയിത്തീരും. they shall be as wool. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ If you are willing and obedient, ദേശത്തിലെ നന്മ അനുഭവിക്കും. you shall eat the good of the land. പ്രിയമുള്ളവരെ, ഈ സന്ദേശമാണ് ദൈവാത്മാവ് ഇന്ന് എനിക്ക് നൽകിയത്. My dear ones, this is the message which the Lord gave me യോന today. നിനവയിൽ പ്രസംഗിക്കാൻ പോയി. Jonah went to preach in Nineveh. ആ പ്രസംഗം ആ ജനം ഏറ്റെടുത്തു. The people there accepted that message. അവർ അനുതപിച്ച് നിലവിളിച്ചു. They repented and cried out to the Lord. ദേശത്തെ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ചു. And the Lord rescued that nation from judgment. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ഫേമസ് പ്രസിഡന്റ് ആയിരുന്നു.
We know about the famous president of America, George Washington. റവല്യൂഷണറി വാർ നടക്കുന്ന സമയത്ത് During the Revolutionary War, എല്ലാ സോഴ്സും ഫെയിലറായി, when all sources failed, എല്ലാ സിസ്റ്റവും ഫെയിലായി, all the systems failed, പരാജയം മുൻപിൽ നിൽക്കുകയാണ്. and defeat is right in front of them. പ്രസിഡന്റ് എന്ന നിലയിൽ ജോർജ് വാഷിങ്ടൺ അതിന്റെ ക്യാപ്റ്റനാണ്. And because George Washington is the president, he is the captain. അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ഉൾപ്പെടുന്ന പുസ്തകത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് പറഞ്ഞ ഒരു ടെസ്റ്റിമണിയാണ് ഞാൻ ഈ പറഞ്ഞത്. In his book of biography, the soldiers said this testimony which we are saying. എല്ലാ സോഴ്സും ഫെയിലായപ്പോൾ, When all sources failed, ജോർജ് വാഷിങ്ടൺ മഞ്ഞുതറയിൽ പട്ടാളക്കാരുടെ നടുവിൽ മുട്ടുകുത്തി. George Washington bowed down on his knees on that snowy floor. എല്ലാ സോഴ്സും ഫെയിലായിരുന്നു. All sources have failed now. പരാജയം മുന്നിൽ കണ്ട് നിൽക്കുന്ന സമയം, Defeat is right in front of them and they are seeing it. പക്ഷെ ആ സമയത്ത് പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന ദൈവം കേട്ടു. But that time, that prayer the Lord heard. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സംടൈംസ് ചില പ്രയാസങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവാശ്രയബോധത്തോടെ നാം ദൈവത്തെ വിളിക്കുമ്പോൾ അവൻ വഴി കാണിച്ചു തരും എന്ന് മാത്രമല്ല, he will shape the history, he will change the history. Amen. We need to understand, when we are in the midst of crisis and troubles, when we call on the Lord with full trust, he will shape the history and change the history. നിലവിളിയുടെ മുൻപിൽ ചേഞ്ച് ആകുന്നത് നിങ്ങളുടെ ചരിത്രമാണ്. Our history depends on our cries to the Lord. അത് മാത്രമല്ല, നിങ്ങളുടെ ചരിത്രത്തെ ഷേപ്പ് ചെയ്യുന്ന സമയമാണ്. And it is a time when he shapes our history. നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്ന സമയമാണ്. It is a time when he changes our history. വേറെ ഒരിടത്തും അത് നടക്കത്തില്ല, ദൈവസന്നിധിയിൽ മാത്രമാണ് നടക്കുന്നത്. Nowhere else it can happen, but only in the presence of the Lord. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർക്കുക, Today we need to remember ഒരമ്മ റിബലിയസ് ആയിട്ടുള്ള ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, how a mother waits for her rebellious son. പറഞ്ഞിട്ടും കേൾക്കാതെ നിൽക്കുന്ന ഒരു മകന് വേണ്ടി കരങ്ങൾ രണ്ടും നീട്ടിക്കൊണ്ട്, ഓ സ്തോത്രം, അതൊന്നും ഓർക്കാതെ മാറോട് ചേർക്കാൻ കരങ്ങൾ രണ്ടും നീട്ടി നിൽക്കുന്നതായ ഒരമ്മയെ പോലെ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Just like a mother is ready to receive his disobedient son with cries and tears, that is how the Lord is waiting for us today. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്കാം. ദയവായിട്ട് കൊയർ മുമ്പോട്ട് വരണം. Can we just stand up in the presence of the Lord? ഇവിടെ പ്രസംഗിച്ചാലോ ആരും ഒരു വിഷയമേ അല്ല. The preacher or anyone is not a matter of concern. ദൈവവുമായിട്ടുള്ള കാര്യങ്ങൾ സംവദിക്കുന്ന ഒരു സമയമാണിത്. But it is a time when the Lord is dealing with us. നമ്മളെ ഷേപ്പ് ചെയ്യുന്ന, നമ്മുടെ ചരിത്രത്തെ മാറ്റുന്ന ഒരു വിശേഷ സമയമാണ്. It is a special time when he is shaping and changing our history. നിങ്ങൾ പരിസരം ഒന്നും നോക്കണ്ട. Let us not see the surroundings. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ ഓർക്കണ്ട. Let us not remember our situation. നിങ്ങളുടെ സ്പിരിച്വൽ ഡ്രൈനെസ്സിനെ കുറിച്ച് ബോധമാണ് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. Let us surrender our spiritual dryness before the Lord. നമ്മുടെ അശുദ്ധിയും തിന്മകളും എല്ലാം ദൈവികമായ സാന്നിധ്യത്തിൽ ചാരമാകട്ടെ എന്ന് ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് പാടിക്കൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. Our uncleanness and our failures will be like ashes in the presence of the Lord. Can we pray in that manner? ദൈവമേ, നിന്റെ എല്ലാ സങ്കടങ്ങളെയും അവൻ മാറ്റും. All our sorrows the Lord will remove. നീയല്ലേ പറയുന്ന നിനക്ക് ഭാവിയില്ലെന്ന്. You are saying you do not have a future. നീയല്ലേ പറയുന്ന നിന്റെ ഭാവിയുടെ വഴികളെല്ലാം അടഞ്ഞെന്ന്. You are saying all the ways for your future are shut. He not. അവൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. But he has never said that. ഹല്ലേലൂയ. അവൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. He has never said that. ഇന്ന് പകൽ അതിനെല്ലാം വഴികൾ തുറക്കും. Today the Lord is opening all ways. വിശുദ്ധിയോടെ ദൈവപൈതരായി ജീവിച്ച് വലിയ കാര്യങ്ങൾക്കായി ഒരുക്കപ്പെടുവാനുള്ള ഒരു സമയം. This is a time to submit for a life of holiness and to be used by the Lord. നിത്യതയ്ക്കായി ഒരുങ്ങുന്ന സമയം. A time to prepare for the eternal life. വലിയ പ്രവർത്തികളെ അവൻ ചെയ്യുന്ന മൊമെന്റിലാണ് നമ്മളായിരിക്കുന്നത്. We are in a moment where the Lord is doing great things. വലിയ ഹോളി പ്രസൻസ് ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. The holy presence of the Lord is in this place. I sense in the spirit. നമ്മളെല്ലാം നിറച്ച് നമ്മൾ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് പോലുള്ള ഒരു അനുഭവത്തിലേക്ക്, ഒരു ഓവർഫ്ലോയിങ്
സ്പിരിറ്റ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The overflowing spirit here to fill us, every one of us today. എല്ലാ സങ്കടങ്ങളും ദൈവസന്നിധിയിലേക്ക് വയ്ക്കാം. Let us surrender all our sorrows before Him. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതി, എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതി, വൻകൃപയെ ഓർത്തിടുന്നു, എന്തുണ്ട് പകരം നൽകാൻ, വൻകൃപയെ ഓർത്തിടുന്നു, എന്തുണ്ട് പകരം നൽകാൻ, വിളിച്ചു എന്നോ
യേശു എന്നോരപ്പേ വളർത്തിയോളമാക്കി തിരുനാമമഹത്വത്തിനാ വളർത്തിയോളമാക്കി തിരുനാമമഹത്വത്തിനാ ഒരുപാട് പിരിയാത്ത ദൈവം അതുകൊണ്ട് ഞാൻ അപ്പാനെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളും സമർപ്പണത്തോടെ എൻ ജീവനെ കാണുന്നു, അതുകൊണ്ട് നദിയുള്ള ഹൃദയത്തോടെ പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണാത്മാവോടെ ഞങ്ങൾ ആരാധിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവന്റെ വലിയ സാന്നിധ്യത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. My dear ones, we are in the great presence of our Lord today. നമ്മെ അവന്റെ പർപ്പസിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He is willing to drag us close to his purpose. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ശൂന്യതകളെയും മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. He'll remove all our crisis and scarcity from our life. നമ്മുടെ എല്ലാ ഡ്രൈനെസ്സും മാറ്റുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He will remove all the dryness from our lives. വ്യാകുലപ്പെടുന്നതായ നിന്റെ സങ്കടത്തിന്റെ നടുവില് കരം നീട്ടാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ഒരുക്കമുള്ളവനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. The Lord is ready to stretch out his hand towards your sorrows and your troubles. അവന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായ ഹൃദയവും മനസ്സും ജീവിതവും അവൻ കാണുന്നു. He is seeing the hearts and minds which have been surrendered to him today. നീ അവനെ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് സ്വർഗം ഈ പകൽ കാണുന്നു. The heaven is seeing how much you desire him today.
അർബൽ ശത്തേരിയാസിയാല. ഏൽപ്പിക്കാത്ത ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ, സമർപ്പിക്കാത്ത ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയാതിരിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ, ഇത് പകൽക്കാലം ഹൃദയം കൊണ്ട്, ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റത്തിനായി ജീവിതത്തെ വിട്ടുകൊടുക്കാം. If there is any area in your life which you have not confessed or surrendered to Him today, let it go and surrender completely today before the Lord. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. We are going to pray now. വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. A great thing is going to happen in our life. ദൈവവേദനയെ ഇതിനെ സംബന്ധിച്ച് നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റുന്ന ഒരു സമയമാണിത്. It is a time where the history for your life is going to change. ആഴത്തിലേക്കുള്ള നിന്റെ സമർപ്പണമുണ്ടല്ലോ, ഉടയവനായ ദൈവം സർവശക്തൻ അത് കാണുന്നു. The deep surrender which you have made, everlasting God is seeing നീ that. ചിന്തിക്കുന്നതിനപ്പുറമായ വഴികൾ അവൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. He has kept ways for you which you have never thought about. ഓ സ്തോത്രം. അവൻ മലകളുടെ മുകളിൽ തോടുകളെ ഒരുക്കുമെന്ന് നാം കേട്ടല്ലോ. We have heard He will flow streams in the mountains. മലകളുടെ മുൻപിൽ എങ്ങനെ തോടുണ്ടാകും? How can streams flow in the mountains? ഇത് മനുഷ്യ ശക്തി കൊണ്ട് സാധ്യമാണോ? Can it be possible with human strength? ഒരിക്കലും സാധ്യമല്ല. No, never. എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. But it is possible for God. നിന്റെ ജീവിതത്തിൽ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ആ സാധ്യതകളെ തട്ടി മാറ്റിക്കൊണ്ട് അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് നിന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. Impossibilities in your life, the mighty hand of God has come searching for you today. യേശുവിൻ നാമത്തിൽ ആ വിടുതലുകൾ സമ്പൂർണ്ണതയിലേക്ക് നീങ്ങട്ടെ. ദൈവപ്രവൃത്തികൾ അതിന്റെ പൂർണ്ണതയിലേക്ക്, ദൈവപ്രവൃത്തികൾ അതിന്റെ പൂർണ്ണതയിലേക്ക്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. The Lord is doing great things in our midst now. മുൻപോട്ടുള്ള ദിനങ്ങളിലും ദൈവവൈദ്യരെ നിനക്ക് വേണ്ടി അവൻ വലിയവ ചെയ്തുകൊണ്ടിരിക്കും. And in the days forward also He will do great things for you. വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, അവന് വേണ്ടി ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാം. We need to lead a life with holiness, blamelessness in His presence. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Our most loving Father, we thank you for this wonderful time, Lord. We thank you for your blessed and strong message which you have delivered for us, Lord. Today we lay our lives as it is before you, Master. We completely forsake all our trust in our wisdom and our strength, Lord. And we today resolve to trust completely in your strength, Master. Whatever things in our life which are keeping us away from you, Lord, which are hindrances for ourselves in our lives, be removed completely, Master. All the wounds which needs to be pressed and cleansed, be cleansed completely from our lives today, Lord Jesus. Let thy Holy Spirit help us in the coming days, Master. I commit myself and everyone here into your hands. We thank you once again for your mighty presence, Lord. We surrender the rest of the time into your hands. In Jesus' name I pray. Amen. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സന്തോഷത്തോടെ കർത്താവിനെ